ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഇന്ന് നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടത്തുകയാണ്. നമ്മൾ ഈ ഉപകരണങ്ങൾ ലഭിക്കാതെ ഏറ്റവും ഹീനമായ തരത്തിൽ ദ്രോഹിക്കുന്ന നടപടിയുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. നമ്പർ 1 കേരളം എന്നും പ്രഖ്യാപിച്ച ഈ കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് ഏത് വിധത്തിലാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. അവർക്ക് സ്വകാര്യ ആശുപത്രികളിൽ പോകാനുള്ള സാഹചര്യമില്ല. എല്ലാവരും ആശ്രയിക്കുന്നത് നമ്മളുടെ സർക്കാർ മെഡിക്കൽ കോളേജുമായി ഓരോരുത്തരും സ്വകാര്യ സ്ഥാപനങ്ങളെയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സൈഡിൽ നിൽക്കുന്ന ആളുകളെ സ്വപ്നം മാറി നിൽക്കണം. അതിൽ പ്രത്യേകിച്ച് കാഷ്വാലിറ്റിയാണ്. വളരെ വേഗത്തിൽ വണ്ടികൾ വരാൻ സാധ്യതയുണ്ടോ? ദയവായി 2 സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കണം. ഈ സമര പരിപാടിയുടെ നായകൻ പ്രിയപ്പെട്ട ശ്രീ നാരായൺ സുരേഷ്, ഉദ്ഘാടകൻ ആരാധനായ ശ്രീ ശ്രീ ഗോപികല്ലാനി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഈ സമര പരിപാടിയെ കുറിച്ച് ഇവിടെ നന്നായി വിശദീകരിച്ചു. കേരളം ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടാവും ഈ സമരത്ത് പരസ്യമുണ്ട്. ആരോഗ്യരംഗത്ത് ഒന്നാമതാണ്. ആ പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്ന തുകയെങ്കിലും മെഡിക്കൽ കോളേജുകൾ കൊടുത്തിരുന്നെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പഞ്ഞിയും മരുന്നുമെങ്കിലും മേടിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. കാരുണ്യ ബെനവൽഫണ്ട് ഇത് കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനുവേണ്ടി ലോട്ടറിയുടെ കൂടി കൊണ്ടുവരേണ്ട സ്ഥിതിയിലേക്ക് കേരളം മാറി. കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളെ സ്ഥിതി ഈ നിലയിൽ